പേടിയുണ്ടോ? ചെറിയൊരു കൊതുക് മതി ഗൈസ് നമ്മളെ പറ്റ തളർത്താനായിട്ട്. അതിനുള്ള ഉദാഹരണമാണ് കേട്ടോ അത്. ഒരു കൊതുക് കുത്തിയതാണ്. അത് ചെറിയൊരു ഉണലുണ്ടായിരുന്നു, അത് പൊട്ടിങ്ങാണ്ട് ആകെ വലുതായി പഴുത്ത് നീരിറങ്ങി വല്ലാത്ത വലിയ സിറ്റുവേഷനായി മാറി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻഫെക്ഷൻ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിന് ട്രിപ്പ് ഇട്ട് മരുന്നും കയറ്റി കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല പെയിനുള്ള കാരണം അവർ നമുക്കൊരു ഇഞ്ചക്ഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് മെഡിസിനും കാര്യങ്ങളൊക്കെ തന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മൾ തന്നെ പാക്ക് ചെയ്യുന്നത്. വാങ്ങിയ സാധനം നമ്മൾ തന്നെ ബാഗിലാക്കുന്ന ആദ്യമായിട്ടൊക്കെയാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നല്ല ഫുഡായിരുന്നു. നല്ല ഫുഡ് കഴിച്ചു. നമ്മൾ പെട്ടെന്ന് പോയത് കാരണം വല്ലാതെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അത് കാരണം എന്താ പപ്പായ ഉപ്പേരും ഉണ്ടായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു, മുട്ടക്കറി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ഈത്തപ്പഴച്ചാറുണ്ടായിരുന്നു, പിന്നെ ചോറും പിന്നെ മുളകും ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കൂട്ടി നന്നായിട്ട് ചോറ് കഴിച്ചു കേട്ടോ. അപ്പോൾ കാലിൽ മരുന്നൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ 2 days ഇനി മരുന്ന് ഒഴിച്ച് ഓയിൽമെൻ്റൊക്കെ തേച്ച് എങ്ങനെയാണെന്ന് നോക്കണം. എന്നിട്ട് ഇനി ഹോസ്പിറ്റലിൽ കൂടി സ്കിൻ ഡോക്ടറെ കാണിക്കാൻ പോകണം. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം ഗൈസ്, കൊതുക് കുത്തുന്നതും. അപ്പോൾ കൊതുക് നല്ല ഡേഞ്ചറാണ്. അപ്പോൾ കൊതുക് കുത്താതെ സൂക്ഷിക്കുക. താങ്ക്